ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടേക്ക് അച്ഛാ ഒറ്റപ്പാലത്തേക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ ഒറ്റപ്പാലത്തേക്ക് കുട്ടീനായിട്ട് ആശുപത്രിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മാടത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതാ ബസ്സിലാണ് കേട്ടോ. അപ്പോൾ കുട്ടീനെ കാണിക്കാൻ വരികയാണ്. അപ്പോൾ ഞാൻ വല്യമാലത്തേക്കൊന്ന് പോകാമല്ലോ വെച്ചിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലെത്തി. മുബി കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അങ്ങനെ കുട്ടീനെയൊക്കെ കാണിച്ച് ഞങ്ങളപ്പോൾ വലിയമാരോടൊക്കൊന്ന് പോകാമല്ലോ പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനെ വായ ഉമ്മ നമുക്ക് വലിയമാരടുത്ത് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ അതാ മുബി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയമാരുടെ കുടിയേക്ക് പോയിട്ടോ. വലിയമാരുടെ കുടിയിൽ അപ്പോൾ വലിയമ്മ മാമിയും അമ്മായും കൂടി അവർ ചെറിയ കുട്ടീനായിട്ട് ആശുപത്രിക്ക് പോയിക്കുക പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉമ്മാടെ അനിയത്തിൻ്റെ അടുക്ക പോയത്. അപ്പോൾ ഉമ്മാടെ അനിയത്തിയുടെ വീടും കാണിച്ചു തരാം കേട്ടോ. അവിടെ വലിയമ്മ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ഉമ്മാടെ അനിയത്തിൻ്റെ വീട്, രണ്ടാമത്തെ അനിയത്തിയുടെ വീടാണ്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ വിചാരിക്കാത്ത വരവായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഉമ്മ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അങ്ങനെ ഉമ്മാനെ പിടിച്ച് ചോദിച്ചാൽ ഉമ്മ നമുക്ക് വലിയമാനത്ത് പോകാം, കുറേ ദിവസമായി വലിയമാനെ കണ്ടിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. എൻ്റെ വലിയമാനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാട്ടോ എൻ്റെ വലിയമ്മ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ അവിടെ എല്ലാവരും ഉള്ള കാരണം നല്ല ഒച്ചയായിരുന്നത്. കാരണം ഞാൻ വോയിസ് ഓവർ കൊടുത്തതാട്ടോ, ശബ്ദമൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ വല്യമ്മ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എത്ര പറഞ്ഞാലും വല്യമ്മനെ പറ്റി പറഞ്ഞാലും മതിയാവില്ല, അത്രയും സ്നേഹമുണ്ട് വല്യമ്മ. അപ്പോൾ വല്യമ്മ ഞാനിങ്ങനെ വർത്താനം പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ അതൊക്കെ കളഞ്ഞതാണ്. അപ്പോൾ എൻ്റെ വല്യമ്മക്ക് 10 മക്കളാട്ടോ. അതിൽ 5 ആണ് 5 പെണ്ണ. അപ്പോൾ ഒരു മാമ മരിച്ചു, ബാക്കിയുള്ളവരുണ്ട്. ഉമ്മൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വല്യമാർ പറഞ്ഞാൽ ഒന്നും പറയണ്ടല്ലേ, അത്ര ഇഷ്ടമല്ലേ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ ഉമ്മയുടെ അനിയത്തിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വേറെ 2 അനിയത്തിമാരൊക്കെ ഉണ്ട് അവിടെ, കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അവരൊന്നും വീഡിയോക്ക് വരുന്നില്ല. അപ്പോൾ എളാമെന്ന് പറയുന്നത് ഞങ്ങൾ എളാമെന്ന് വിളിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ അധികം വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ആസിമോളെ ബീവി അങ്ങനെയൊക്കെ വിളിക്കലിൻ്റെ. ഞാൻ അവരൊപ്പം വളർന്നാറിന് അവർ അങ്ങനെ വിളിക്കൽ. മൂത്തത് എളാമനെ മാത്രം വിളിക്കും. രണ്ടാമത്തെ എളാമ കേട്ടോ. അപ്പോൾ ആസിമോളെന്ന പേര്. അപ്പോൾ ആസിമോളേന്ന് ഞങ്ങൾ വിളിക്കൽ. 2 ആൺകുട്ടികളാണ് അവൾക്ക്. അപ്പം ഞങ്ങൾ എന്താ പറയുക വെച്ചാൽ എളാമാർ എന്നുള്ളതല്ലേ, ഞങ്ങൾ കൂട്ടുകാരത്തികളെ പോലെയാണ് ഞാൻ അവിടെ വളർന്നിരിക്കുന്നത് കേട്ടോ. അത് കാരണം ഞങ്ങൾ ഭയങ്കര അടുപ്പാണ്. അപ്പോൾ ആസിമോൾ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ഏട്ടത്ര മോളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും വോയിസ് വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിക്കാതെ വന്നതല്ലേ, എന്നാലും അങ്ങനെ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. ആസിമോൾ അടിപൊളി പരിപ്പ് കൂട്ടാനും മീൻ വറുത്തതും പിന്നെ പപ്പടം പൊരിച്ചതും ഇരുവാമ്പുളി ഉപ്പിലിട്ടത് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളി ഭക്ഷണം എല്ലാം കൂടിയിട്ട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഫുഡ് കൊടുക്കുമ്പോൾ അപ്പം അങ്ങനെ വീടെടുത്തതാണ്. തൊട്ടപ്പുറത്തൊക്കെ എല്ലാവരും കൂടിയിട്ട് വട്ടളഞ്ഞിട്ടാട്ടോ ഞങ്ങൾ നിലത്തായിരിക്കണം. എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടാണ് കഴിക്കണത്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. പക്ഷെ അവരൊന്നും കാണിക്കാൻ, എല്ലാവരും കാണിക്കണ്ടിട്ടോ, കുറച്ചും കഴിയട്ടെ പറഞ്ഞിട്ടാണ്. പക്ഷെ ഓരോരുത്തർക്ക് മടി ഉണ്ടാവുമല്ലോ, അത് കാരണമാണ് ഞാൻ ഇപ്പോൾ കാണിക്കാഞ്ഞത്. അപ്പം എൻ്റെ അപ്പുറത്ത് മൊബി ഇരിക്കുന്നുണ്ട് കേട്ടോ. മൊബി ഇരുന്നിട്ട് മൊബി ചോറ് കഴിക്കുകയാണ്. അപ്പം അടുത്ത് കണ്ടോ കുഞ്ഞോളി ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ അവൾക്ക് പപ്പടം ഇട്ട് കൊടുത്താട്ടോ. പപ്പടം പൊടിച്ചിട്ട് നാസാക്കിയാണ്. അങ്ങനെ ഇപ്പുറത്തെ എല്ലാവരും ഇളമാരും ഉമ്മയും എല്ലാവരും ഇപ്പുറത്തെ സൈഡും ഇരിക്കുന്നുണ്ട്. വല്യമ്മ കട്ടുമ്പോൾ ഇരിക്കണു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പോവുക കേട്ടോ. അപ്പോൾ കുട്ടികൾ മാമാൻ്റെ കുട്ടിയാണ്. അപ്പോൾ അത് മദ്രസയ്ക്കും പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ എൻ്റെ മോൻ പറഞ്ഞു കൊണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് അവൻ്റെ എപ്പോഴാട്ടെ ഞാൻ പോണ്. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇനി ബാക്കി കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ എൻ്റെ കുടിയിലെത്തി. അതിന് അർഫ് പോയി. അർഫ് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ നേരെ താഴത്തെ അനിയത്തിൻ്റെ മോനാട്ടോ അർഫ് പറയണത്. അവന് നല്ല മടിയിരുന്നാലും ചെറുങ്ങനെ അവനൊരു ഷോർട്സ് പോലെ ചെറുങ്ങനെ എടുത്തതാട്ടോ വണ്ടി പോണത്. അങ്ങനെ വലിയമാർ കുടിയേക്ക് പറഞ്ഞാൽ വിചാരിക്കാതെ പോക്കാറുണ്ട്. ഉമ്മ അങ്ങനെ ആശുപത്രിക്ക് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പോയിട്ട് ഉമ്മാടത്ത് വലിയമാരത്തേക്ക് പോകാറുണ്ട്. അങ്ങനെ ഞാൻ പോയതാട്ടോ. കുറേ വലിയമാരെ കണ്ടിട്ട് വലിയമാരെ ഇടയ്ക്കിടയ്ക്ക് കണ്ട് ചെറിയ ഇറങ്ങാറ് അതുകൊണ്ടാട്ടോ.
അങ്ങനെ എൻ്റെ വലിയമ്മനുണ്ടല്ലേ. അങ്ങനെ ഞാൻ പോയപ്പോൾ ഉമ്മയുടെ ചെറിയ മാമിയും അമ്മായിയൊക്കെ വന്നിരുന്നു. പക്ഷെ അവരൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. എന്താ വെച്ചാൽ ഇനി മാമാരെ വീട്ടിൽ പോകുമ്പോൾ അതിൻ്റെ എടുക്കാരെ പറഞ്ഞിട്ട് അവരൊന്നും എടുത്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ദിവസം പോകുമ്പോൾ ഞാൻ കാണിച്ചിട്ട് എൻ്റെ ചെറിയ മാമാനെയും അമ്മായിനൊക്കെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.